ഏവർക്കും ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം. അതിവേഗം ഓടിക്കൊണ്ടിരുന്ന തൻ്റെ കാറിൽ ഒരു കല്ല് വന്ന് പതിച്ചപ്പോഴാണ് യുവാവ് വണ്ടി നിർത്തി പുറത്തിറങ്ങി നോക്കിയത്. ഡോറിൻ്റെ കുറച്ച് പെയിന്റ് പോയി. അല്പം മാറി വിഷണ്ണനായി നിൽക്കുന്ന കുട്ടിയുടെ അടുത്തെത്തി അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, "നീ എന്തിനാണ് ഇത് ചെയ്തത്?" അവൻ വിഷമത്തോടെ പറഞ്ഞു, "വേറെ എന്ത് ചെയ്താലാണ് മറ്റുള്ളവരുടെ സഹായം എനിക്ക് കിട്ടുക എന്ന് അറിയില്ലായിരുന്നു. എനിക്കെൻ്റെ അനിയനെ രക്ഷിക്കണം. വീൽ ചെയറുമായി റോഡിൻ്റെ താഴ്ചയിൽ വീണ് കിടക്കുകയാണ്. കൈ കാണിച്ചിട്ടും ആരും വണ്ടി നിർത്തിയതുമില്ല." യുവാവ് താഴെ ഇറങ്ങി ഒരു കാലിന് ശേഷിക്കുറവുള്ള ആ കുട്ടിയെ എടുത്ത് മുകളിലെത്തിച്ചു. കാറിൻ്റെ ഡോർ അയാൾ നന്നാക്കിയതുമില്ല. അതിനൊരു കാരണവും അയാൾക്കുണ്ട്. ആരെയെങ്കിലും കൊണ്ട് കല്ലെറിയത്തക്ക വിധം വേഗമുള്ളതാകാൻ പാടില്ല എൻ്റെ ജീവിതം. കാഴ്ചയുള്ളവരുടെ അന്ധതയും കേൾവിയുള്ളവരുടെ ബധിരതയുമാണ് യഥാർത്ഥ വൈകല്യം. എല്ലാ നിലവിളികളും ആരെങ്കിലുമൊക്കെ കേട്ടിരുന്നെങ്കിൽ ആരുടെയും നിസ്സഹായാവസ്ഥ അധിക കാലം നീണ്ടു നിൽക്കില്ലായിരുന്നു. വന്നു ചേർന്ന അത്യാഹിതത്തിൻ്റെ കാഠിന്യം കൊണ്ടല്ല, കൈകാട്ടി വിളിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ അനാസ്ഥയിലാണ് പല ജീവിതവും മൃതമായത്. ആരും വിളി കേൾക്കാത്തതിൻ്റെ നിരാശ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ പിന്നെ ആരവങ്ങൾക്കിടയിലും ആരുടെയെങ്കിലും ആർത്തനാദങ്ങളുണ്ടോ എന്ന് കാതോർത്ത് മാത്രമേ സഞ്ചരിക്കൂ. നിലവിളിയോട് ആശങ്കയോടെ പ്രതികരിക്കുന്നവരുണ്ട്. ആശങ്കയോടെ പെരുമാറുന്നവർക്ക് ആകുല ചിന്തകൾ മാത്രമേ കാണൂ. ആ കരച്ചിൽ സത്യമായിരിക്കുമോ, കബളിക്കപ്പെടുമോ, തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ തുടങ്ങിയ ചിന്തകളിൽ തട്ടി അവരുടെ സഹായഹസ്തം സ്വന്തം കീശക്കുള്ളിൽ തന്നെ കിടക്കും. ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നവർ ചിന്തിച്ച് സമയം കളയില്ല. അവർക്ക് പ്രവൃത്തികൾ മാത്രമേയുള്ളൂ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഹുസൈൻ മൂർക്കനാട്.